ഭീകരവാദത്തെ തുടച്ചു നീക്കണം. ഓസ്ട്രിയൻ ചാൻസലറെ സാക്ഷിയാക്കി സമാധാനത്തിന് ആഹ്വാനം ചെയ്ത നരേന്ദ്രമോദി. ലോകം ഇന്ന് അതീവ ഗുരുതരവും സംഘർഷഭരിതവുമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ആഗോള സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു. യുക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും സുസ്ഥിരവും ശാശ്വതവുമായ സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ലക്ഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഓസ്ട്രിയൻ ചാൻസലർ ഇന്ത്യ സന്ദർശിക്കുന്നത് വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണെന്ന് മോദി വ്യക്തമാക്കി. 2025 അധികാരം ഏറ്റെടുത്ത ശേഷം ചാൻസലർ സ്റ്റോക്കർ യൂറോപ്പിന് പുറത്തു നടത്തുന്ന ആദ്യ സന്ദർശനമാണിതെന്നും ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിന്റെ ദൃഢത വ്യക്തമാക്കുന്നു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന് പിന്നാലെ ഇന്ത്യ ഓസ്ട്രിയ ബന്ധവും പുതിയ സഹകരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇരു രാജ്യവും തമ്മിൽ ഒപ്പുവെച്ച മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാർ നഴ്സിംഗ് മേഖലയിലടക്കം ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളിലെയും യുവാക്കൾക്കിടയിൽ ആശയവിനിമയവും അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഓസ്ട്രിയ വർക്കിംഗ് ഹോളിഡേ പ്രോഗ്രാം ആരംഭിക്കുമെന്നും മോദി പ്രഖ്യാപിച്ചു. മാത്രമല്ല, പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം, നവീകരണം, നൈപുണ്യ വികസനം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ഭീകരതയെ നേരിടുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫെഡറൽ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറുടെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഇന്ത്യയും ഓസ്ട്രിയയും നടത്തിയ 15 ഫലങ്ങൾ സമാപിച്ച വേളയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചാൻസലർ സ്റ്റോക്കറും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ വിപുലമായ ചർച്ചകളെ തുടർന്നാണ് ഫലങ്ങൾ അന്തിമമാക്കിയത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഓസ്ട്രിയൻ ചാൻസലർ നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഒപ്പുവെച്ച പ്രധാന കരാറുകളിൽ ഓഡിയോ വിഷ്വൽ കോ പ്രൊഡക്ഷൻ സംബന്ധിച്ച കരാറും ഉൾപ്പെടുന്നു. ഇത് ഇരു രാജ്യങ്ങളിലെയും ചലച്ചിത്ര വ്യവസായങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും സംയുക്ത നിർമ്മാണത്തിനും സാംസ്കാരിക വിനിമയത്തിനും വഴിയൊരുക്കുകയും ചെയ്യും. ബിസിനസ് ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനുമുള്ള എളുപ്പം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലെ കമ്പനികൾക്കായി ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. ഒപ്പുവെച്ച പ്രധാന കരാറുകളിൽ ഓഡിയോ വിഷ്വൽ കോ പ്രൊഡക്ഷൻ സംബന്ധിച്ച കരാറും ഉൾപ്പെടുന്നു. ഇത് ഇരു രാജ്യങ്ങളിലെയും ചലച്ചിത്ര വ്യവസായങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും സംയുക്ത നിർമ്മാണത്തിനും സാംസ്കാരിക വിനിമയത്തിനും വഴിയൊരുക്കുകയും ചെയ്യും. ബിസിനസ് ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനുമുള്ള എളുപ്പം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലെ കമ്പനികൾക്കായി ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. വ്യാപാരം, ഉൽപ്പാദനം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇരുപക്ഷവും അഭിപ്രായപ്പെട്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന് ശേഷമുള്ള ഒരു സുപ്രധാന സമയത്താണ് ഈ സന്ദർശനം. ഈ 15 ഫലങ്ങളുടെ സമാപനത്തോടെ ഇന്ത്യയും ഓസ്ട്രിയയും കൂടുതൽ നൂതന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഭാവിക്ക് തയ്യാറായതുമായ പങ്കാളിത്തത്തിന് വേദിയൊരുക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.